കാവുംപുറം ഗ്രാമത്തിലെ 16 വയസ്സുള്ള കുട്ടിയാണ് അകിര. അവനും അമ്മയും നല്ല രീതിയിൽ ജീവിച്ചു പോകാൻ ആഗ്രഹിച്ചിരുന്നു. സ്കൂൾ കഴിഞ്ഞാൽ അകിര എപ്പോഴും ലൈബ്രറിയിൽ പോയി പഴയ പുസ്തകങ്ങൾ വായിക്കുമായിരുന്നു. അങ്ങനെ ഒരു ദിവസം അവന്റെ കൈകളിൽ ആ പഴയ ഡയറി എത്തിപ്പെട്ടു. ആ ഡയറിയിൽ ഗ്രാമത്തിലെ കടുത്ത വരൾച്ച മാറ്റാൻ കഴിയുന്ന ഒരു രഹസ്യ ദ്വീപിനെക്കുറിച്ചുള്ള വിവരങ്ങൾ ഉണ്ടായിരുന്നു. അത് അകിരയിൽ വലിയൊരു പ്രതീക്ഷ നൽകി. അങ്ങനെ തന്റെ ഗ്രാമത്തെ വരൾച്ചയിൽ നിന്ന് രക്ഷിക്കാൻ ആ രഹസ്യ ദ്വീപ് തേടി പോകാൻ അകിര തീരുമാനിച്ചു. അവൻ യാത്രയ്ക്കുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങി. അമ്മയോട് യാത്ര പറഞ്ഞ് തന്റെ ചെറിയ തടിയുടെ തോണിയുമായി അകിര വലിയ തടാകത്തിലേക്ക് ഇറങ്ങി. അവന്റെ മനസ്സ് നിറയെ ധൈര്യമായിരുന്നു. പെട്ടെന്നാണ് ആകാശത്ത് കറുത്ത മേഘങ്ങൾ ഉരുണ്ടുകൂടിയത്. തടാകത്തിൽ ശക്തമായ കാറ്റും വീശാൻ തുടങ്ങി. ഒരു വലിയ കൊടുങ്കാറ്റ് വരികയാണെന്ന് അകിര മനസ്സിലാക്കി. ശക്തമായ കാറ്റിലും മഴയിലും തോണി നിയന്ത്രിക്കാൻ അകിര പാടുപെട്ടു. എങ്കിലും ഒട്ടും ഭയപ്പെടാതെ സർവശക്തിയുമെടുത്ത് അവൻ തുഴയാൻ തുടങ്ങി. കനത്ത മഴയ്ക്കും മഞ്ഞിനും ഇടയിലൂടെ ദൂരെ ഒരു പച്ചപ്പുള്ള ദ്വീപ് തെളിഞ്ഞു വന്നു. അത് കണ്ടതും പ്രതീക്ഷയോടെ അകിരയുടെ കണ്ണുകൾ വിടർന്നു. അങ്ങനെ ഒടുവിൽ അകിരയുടെ ചെറിയ തോണി ആ രഹസ്യ ദ്വീപിന്റെ തീരത്ത് അടുത്തു. കൊടുങ്കാറ്റ് അടങ്ങിയിരുന്നു. അത്ഭുതങ്ങൾ നിറഞ്ഞ ആ പുതിയ ലോകത്തേക്ക് അവൻ കാലെടുത്തു വെച്ചു. അത്ഭുതങ്ങൾ നിറഞ്ഞ ആ മാന്ത്രിക വനത്തിലേക്ക് അകിര പതുക്കെ നടന്നെടുത്തു. കൊടുങ്കാറ്റ് അടങ്ങിയിരുന്നു. തനിക്ക് മുന്നിലുള്ള ആ മനോഹരമായ കാട് അവൻ അത്ഭുതത്തോടെ നോക്കി നിന്നു. അങ്ങനെ നടക്കുമ്പോൾ ഒരു വലിയ ഇലയുടെ പിന്നിൽ നിന്ന് തിളങ്ങുന്ന ഒരു ചെറിയ കാട്ടുപൂമ്പാറ്റയെപ്പോലെയുള്ള ഒരു മാന്ത്രിക ജീവൻ അവന്റെ മുന്നിലേക്ക് വന്നു. ആ കൊച്ചു ജീവൻ പറന്നുവന്ന് അകിരയുടെ മുഖത്തിന് നേരെ നിന്നു. അത് സ്നേഹത്തോടെ അവന്റെ മൂക്കിൽ മെല്ലെ തൊട്ടപ്പോൾ അകിരയ്ക്ക് കൗതുകവും ചിരിയും അടക്കാനായില്ല. തന്നോടുകൂടെ വരാൻ ആംഗ്യം കാണിച്ചുകൊണ്ട് ആ മാന്ത്രിക ജീവൻ മുന്നോട്ട് പറന്നു. ഒട്ടും മടിക്കാതെ മനസ്സിൽ പുതിയൊരു പ്രതീക്ഷയുമായി അകിര അതിനു പിന്നാലെ നടക്കാൻ തുടങ്ങി. പച്ചപ്പു നിറഞ്ഞ മനോഹരമായ ഒരു താഴ്വരയിലൂടെ ആ കൊച്ചു ജീവൻ അകിരയെ നയിച്ചു. ഒഴുകുന്ന അരുവികളും പാട്ടുപാടുന്ന പക്ഷികളും അവന് പുതിയൊരു ഊർജം നൽകി. വഴി അവസാനിച്ചത് കാടിന്റെ നടുവിലുള്ള ഒരു പഴയ കൽമണ്ഡപത്തിന് മുന്നിലായിരുന്നു. അതിനു മുൻപിൽ അതിമനോഹരമായ ഒരു മാന്ത്രിക കുളം ഉണ്ടായിരുന്നു. അകിര പതുക്കെ ആ കുളത്തിനടുത്തേക്ക് നടന്നു. പച്ചപ്പുല്ലിൽ മുട്ടുകുത്തിയിരുന്ന് അവൻ ആ തെളിഞ്ഞ വെള്ളത്തിലേക്ക് നോക്കി. അത്ഭുതത്തോടെ അവന്റെ കണ്ണുകൾ വിടർന്നു. അവൻ തന്റെ ഇരു കൈകളും ചേർത്ത് ആ മാന്ത്രിക വെള്ളം കോരിയെടുത്തു. ആ നിമിഷം കുളത്തിലെ വെള്ളത്തിൽ തിളങ്ങുന്ന അത്ഭുത പ്രകാശം പടരാൻ തുടങ്ങി. അകിര ആ വെള്ളം ഉയർത്തിയതും കുളത്തിന്റെ നടുവിൽ നിന്ന് ഒരു വലിയ നീല വെളിച്ചം ആകാശത്തേക്ക് ഉയർന്നു പൊങ്ങി. മേഘങ്ങളെ കീറിമുറിച്ചുകൊണ്ട് ആ പ്രകാശം മുന്നോട്ടു പോയി. ആകാശത്തേക്ക് ഉയർന്ന ആ വെളിച്ചം നോക്കി അകിര സന്തോഷത്തോടെ നിന്നു. തന്റെ ഗ്രാമത്തെ രക്ഷിക്കാനുള്ള വഴി കണ്ടെത്തിക്കഴിഞ്ഞു എന്ന് ആ മുഖത്തെ പുഞ്ചിരി വിളിച്ചോതുന്നുണ്ടായിരുന്നു. മാന്ത്രികക്കുളത്തിലെ വിശുദ്ധ ജലം നിറച്ച മൺപാത്രങ്ങളും ഇലപ്പൊതികളുമായി അകിര തന്റെ കൊച്ചു വഞ്ചിയിൽ തിരികെ യാത്ര തിരിച്ചു. പ്രതീക്ഷയുടെ ഒരു പുതിയ വെളിച്ചം അവനോടൊപ്പം ആ വഞ്ചിയിൽ ഉണ്ടായിരുന്നു. അങ്ങകലെ തന്റെ ഗ്രാമത്തിന്റെ തീരം കാണാറായപ്പോൾ അകിര വഞ്ചി കൂടുതൽ വേഗത്തിൽ തുഴഞ്ഞു. നാടിനെ രക്ഷിക്കാനുള്ള ആ അമൃതവും കാത്ത് കരയിൽ ഉത്കണ്ഠയോടെ ഒരു വലിയ ജനക്കൂട്ടം അവനെ നോക്കി നിൽപ്പുണ്ടായിരുന്നു. വരണ്ടുണങ്ങി വിണ്ടുകീറിയ ആ മണ്ണിലേക്ക് അകിര ആ